ഒരു സത്യാഗ്രഹ സമരം അറ്റകൈ പ്രയോഗമാണോ? എന്താ പറയാ, നമുക്ക് എന്തായാലും അവരോട് പോയി പിടിച്ചു വാങ്ങാൻ കഴിയില്ലല്ലോ. നമുക്കൊരു മാർഗം ഇതേ ഉള്ളൂ. നമ്മളെ കാര്യങ്ങൾ അവരെ അറിയിക്കാം, നമുക്ക് പ്രതിഷേധം അറിയിക്കാം. തരും എന്ന് പറഞ്ഞ് നമ്മളടുത്ത് വന്നിട്ട് ഉറപ്പ് പറഞ്ഞു പോയ ഒരാളോട് പിന്നെ ഇനി നമ്മൾ എങ്ങനെ പറയും? അപ്പം നമുക്ക് ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് മാത്രം. പിന്നെ കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്, പിന്നെ കോടതിയിൽ പോയിക്കൂടെ എന്ന് ആളുകൾ ചോദിക്കും. മുഖ്യമന്ത്രി അത് തന്നെയാണ് പറഞ്ഞത്. കോടതി എന്ന് പറയാൻ നമുക്കറിയാലോ, ഒരു കേസൊക്കെ വിചാരണയായി വരുമ്പോഴേക്കും ഒരു പക്ഷേ ഞാൻ ജീവനോടെ ഉണ്ടാവുമെന്ന് പോലും അറിയില്ല. നമുക്ക് ആ ഒരു ആവശ്യമുള്ള സമയത്ത് ആ ഒരു നഷ്ടം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ നഷ്ടപരിഹാരം എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാതെ നമ്മളെ ജീവിതം കഴിഞ്ഞിട്ട് നമുക്ക് എന്തോ നഷ്ടപരിഹാരം കിട്ടിയിട്ട് ഒരു ചികിത്സക്കുള്ള ചെലവുകൾ പോലും വഹിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ എല്ലാം കൊണ്ടും തകർന്നു നിൽക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് കിട്ടാതെ എപ്പോഴോ കിട്ടുന്ന ഒരു നഷ്ടപരിഹാരത്തിനല്ലല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഗവൺമെന്റിന് ചെയ്യാവുന്നതേ ഉള്ളൂ. അവർ പലതരത്തിൽ എല്ലാവർക്കും ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് 1,00,000 രൂപ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിലാണ് ഇപ്പോൾ ഇതുവരെ ചികിത്സ കഴിഞ്ഞ്. 1,00,000 എന്നൊക്കെ പറയുമ്പോൾ ചികിത്സ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ചികിത്സകളാണ്. അത് കഴിഞ്ഞപ്പോൾ അങ്ങനെ അനിശ്ചിതത്തിൽ നിൽക്കുന്ന ഒരവസ്ഥ. ഞങ്ങള് കടം, അതന്നെ, മറ്റുള്ളവരോട് കടം വാങ്ങുക, നമ്മൾ കടത്തിലേക്ക് പോവാണ്. നമ്മളെ നിത്യ ചെലവുകൾ പോലും മാറ്റിവെച്ച് ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥയിലേക്ക്